കേരളപ്പിറവി വാരാചരണത്തിന്റെ ഭാഗമായി എടത്തല മുതിരക്കാട്ടുമുകൾ EMS സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ മുന്നേറുന്ന കേരളം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് രതീഷ് വി നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് പറവൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ജയൻ മാലിൽ ഉദ്ഘാടനം ചെയ്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, പ്രൊഫസർ MK സാനുമാഷ് എന്നിവരെ ചടങ്ങിൽ അനുസ്മരിച്ചു. എടത്തല മുതിരക്കാട്ടുമുകൾ EMS സ്മാരക ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ കേരളപ്പിറവി വാരാചരണത്തിന്റെ ഭാഗമായി മുന്നേറുന്ന കേരളം എന്ന വിഷയത്തിൽ സെമിനാറും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, പ്രിയ ഗുരുനാഥൻ, പ്രൊഫസർ MK സാനുമാഷ് എന്നിവരുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു. പറവൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി ജയൻ മാലിൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കടുങ്ങല്ലൂർ ഗ്രന്ഥശാല മേഖലാ സമിതി കൺവീനർ കൂടൽ ശോഭൻ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. മാധ്യമം ദിനപത്രത്തിന്റെ വാർഷിക സ്പോൺസർ NM ഷംസു പത്രം ഗ്രന്ഥശാലക്ക് കൈമാറി. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൌസ് പ്രസിദ്ധീകരിച്ച ഖുറാന്റെ മലയാളം സമ്പൂർണ്ണ പരിഭാഷയുടെ 6 വാല്യങ്ങൾ റസാഖ് എടത്തല ഗ്രന്ഥശാലക്ക് സമർപ്പിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് രതീഷ് വി നായർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി KP ശിവകുമാർ, ജോയിന്റ് സെക്രട്ടറി B ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കു നിന്ന് ഒരു മഴു തെക്കോട്ടെറിഞ്ഞുവെന്നും അത് കന്യാകുമാരിയിൽ പതിച്ചെന്നും അത്രയുടെയിൽ എന്ത് സംഭവിച്ചെന്ന കടൽ മാറി കരയായി. ഇത് കഥയല്ല എന്ന് ഇന്നും പറഞ്ഞു സമർത്ഥിക്കാൻ ആളുകൾ മുതിരുന്നു എന്നുള്ളതാണ് ദുര്യോഗം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ സ്ഥലത്തിന്റെ ആവശ്യമുണ്ട്. അദ്ദേഹത്തെ ഒന്നുകൂടെ വിളിച്ചാൽ കാസർഗോഡ് വേണ്ട, കന്യാകുമാരിയിൽ നിന്ന് ഇത് ഒന്ന് എറിഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ഇത് അന്ന് ജീവിച്ചിരുന്ന ഏതോ കവിയുടെയോ കഥാകാരന്റെയോ മനസ്സിലുണ്ടായ ഒരു വിഭാവനമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ നിഷേധിക്കാൻ പുതിയ അവതാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.